കർക്കിടക മാസത്തിൽ മിതാഹാരം. കാരണം എന്താ? മഴ, അത് കൊരിച്ചൊരിയുന്ന മഴ. പഴയ കാലത്ത് മിഥുനം കഴിഞ്ഞാൽ വ്യസനം കഴിഞ്ഞു, കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പം അതിൻ്റെ കൃഷിക്കാരെ സംബന്ധിച്ച് അത് ശരിയാണത്. അപ്പം ഈ കർക്കിടക മാസത്തിൽ മിതാഹാരം നമ്മളതുപോലെ വളരെ ശ്രദ്ധ ഒഴിക്കുക. മുരിങ്ങയില കഴിക്കില്ല, വിഷാംശം ഉണ്ടാവും. ഇന്നൊരു വീട്ടിൽ പറഞ്ഞു, വേറൊരു കൂട്ടർ പറഞ്ഞു പാർവതിയുടെ താലിയാണെന്നു. എന്തായാലും അത് വിഷാംശമുള്ള കാരണം മുരിങ്ങയില ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഇലക്കറികളും മറ്റുള്ള ഇലക്കറികളും മറ്റുള്ള ഭക്ഷണങ്ങളും കഴിച്ച് ശരീരത്തിനെ നമ്മൾ പുഷ്ടിപ്പെടുത്തുന്ന ഒരു തിരുമ്മൽ, ചികിത്സ ഇതൊക്കെ ചെയ്യുന്നൊരു മാസമാണ് കർക്കിടക മാസം. അതോടൊപ്പം ദൈവാധീനം വേണ്ടത് സമയമാണ്. ഗ്രഹത്തിൽ നമ്മൾ വെള്ളിയാഴ്ചകൾ ചെയ്യുന്ന പൂജ, ദിവസവും നമ്മൾ പൂജ ചെയ്യുന്നു, ദിവസവും ദേവിയെ പ്രാർത്ഥിക്കുന്നു, മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നു, കനകധാരാസ്തോത്രം ചൊല്ലുന്നു. അങ്ങനെ കർക്കിടക മാസത്തിൽ വളരെയധികം ഐശ്വര്യദായകമായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കണം. ഇപ്പോൾ കർക്കിടകൻ രാശിയിലാണ് വ്യാഴം ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നത്. ആ വ്യാഴപ്രീതി നേടാൻ വ്യാഴം നമ്മുടെ നക്ഷത്രങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്തോ ആയിക്കോട്ടെ, അതായത് മഹാക്ഷേത്രങ്ങൾ ദർശനം നടത്തുക. നാലമ്പല ദർശനം എന്നൊരു സംഭവമുണ്ട്. അതായത് ശ്രീരാമൻ സ്വാമിയുടെ ആ 4 സഹോദരന്മാരും. അപ്പോൾ നാലമ്പല ദർശനത്തിൽ ആദ്യം നമ്മൾ ശ്രീരാമക്ഷേത്രത്തിൽ പോകുന്നു, രണ്ടാമത് ലക്ഷ്മണൻ്റെ അമ്പലത്തിൽ പോകുന്നു, മൂന്നാമത് ഭരതൻ്റെ അടുത്ത് പോകുന്നു, നാലാമത് ശത്രുഘ്നൻ്റെ അടുത്ത് പോകുന്നു. ഈ ക്ഷേത്രങ്ങൾ ലാസ്റ്റ് വന്ന് നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വന്ന് അതിൻ്റേതായ റൗണ്ട് പൂർത്തിയാകുന്നു. അതുപോലെ ക്ഷേത്ര ദർശനത്തിന്, അന്നദാനത്തിന്, നാമജപത്തിന്, കുളിക്ക് എല്ലാത്തിനും പ്രാധാന്യമുള്ളൊരു മാസമാണ് കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ വ്രതനിഷ്ഠയോടും ചിത്തിയോടും ഭക്തിയോടും കൂടി ഇരുന്നാൽ ചിങ്ങമാസത്തിൽ നമുക്ക് ധാരാളം വിളവുണ്ടാവുമെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇപ്പോൾ വിളവല്ലെങ്കിലും നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി വരാൻ നമ്മൾ കർക്കിടക മാസം മുഴുവൻ രാമായണം വായിക്കുക, ദേവീ മഹാത്മ്യം വായിക്കുക. രാമായണത്തിൽ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് ടോട്ടൽ നമ്പർ എടുക്കുക, ആ പുസ്തകത്തിൻ്റെ ആ നമ്പറിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സ്ത്രീകളാണ് 21 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, കാരണം 7 ദിവസം വായിക്കാൻ പറ്റില്ല. ഡിവൈഡ് ചെയ്തിട്ട് ആ ഭാഗങ്ങൾ ദിവസവും വായിച്ച് തീർക്കുക. സന്ധ്യയ്ക്ക് വിളക്കെത്തിച്ച ശേഷം കുറച്ച് നേരം ഇരുന്ന് രാമായണം പാരായണം ചെയ്യുക. രാമായണം വായിക്കുക എന്നല്ല പറയുന്നത്, രാമായണം പാരായണം ചെയ്യുക എന്ന് പറയും. പിന്നെ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ സ്വാമി അയോധ്യയിൽ പോയിട്ട് ശ്രീലങ്കയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ഭാഗമുണ്ട്, ത്രിഭുവനമുടു എന്നുള്ള ആ ഭാഗം വായിച്ചാൽ ദാമ്പത്യ കലഹങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും മാറി നിൽക്കുന്നതാണ്. അത് വളരെ പവർഫുള്ളാണ്. ഒന്നും വായിക്കാൻ പറ്റാത്തവർക്ക്, മുഴുവൻ വായിച്ച് ജോലിയുള്ളവർക്ക് സാധിക്കും. മുഴുവൻ വായിച്ച് തീർക്കാൻ പറ്റാത്തവർ സുന്ദരകാന്ഡം മാത്രമെങ്കിലും വായിക്കുക. നമുക്ക് രാമായണ മാസത്തിൽ രാമായണം വായിച്ചാൽ വളരെയധികം